അലീനയുടെ ഡ്രസ്സൊക്കെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞ വിവരം ബാലചന്ദ്രൻ അറിയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ കയ്യിൽ ഒരുപാട് കവറായിട്ടാണ് ബാലചന്ദ്രൻ എത്തുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ വന്ന് കോണിംഗ് ബെല്ലടിക്കുമ്പോൾ ഡോറ് തുറക്കുന്നത് നമ്മുടെ കൃഷ്ണമോളായിരിക്കും. അപ്പോൾ കൃഷ്ണമോൾ അച്ഛനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ അച്ഛാ വലിയൊരു പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നൊരു മൂഡിലാണല്ലോ നിൽക്കുന്നത്. അതേടി, ഞാൻ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ചുരിദാറാണ്. അമ്പോ, അത് കലക്കിയല്ലോ. ഇതെല്ലാതും ചുരിദാറാ? ആർക്കാ അച്ഛാ? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക്. അല്ലാതെ പിന്നെ ആർക്കാ? ആർക്ക്? എനിക്കോ? ഇതെല്ലാതോ? നിനക്കല്ലടി പോത്തുംകുട്ടി, ഇതേ അലീനയ്ക്കുള്ളതാ. ഓ, അലീന ചേച്ചിക്കുള്ളതായിരുന്നോ? അതെ, എന്തേ? അവൾ എൻ്റെ മോളല്ലേ. ഓ ആണേ, ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണമോള് ബാലചന്ദ്രനെ വെറുതെ കളിയാക്കാണ് കേട്ടോ. അപ്പം ഇത് കേട്ട് വരുന്ന ബബിത ചോദിക്കുന്നുണ്ട്, അതെന്താ വെച്ചാ അങ്ങനെ? ഞങ്ങളെന്താ അച്ഛൻ്റെ മക്കളല്ലേ? അല്ലെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ലല്ലോ ബബിതേ, പിന്നെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? അപ്പോഴേക്കും അലീന വരികയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ അലീന ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ കയ്യിലുള്ള കവറെല്ലാം അലീനയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു കണക്കനുസരിച്ച് ഞാൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. നീ ഇതെല്ലാം ഇട്ട് നോക്കിയിട്ട് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നാളെ തന്നെ കൃഷ്ണമോളെയും കൂട്ടി നീ ഷോപ്പിൽ പോയി നിൻ്റെ അളവിലുള്ളതൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ എന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ബബിതയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അതെന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ? ഞങ്ങൾക്കും കൂടി ഒന്നും വാങ്ങാനൊന്നും അച്ഛന് പറ്റിയില്ലേ? ദേ ബബിതേ, ഞാൻ വേണ്ട വേണ്ടാന്ന് വെക്കും തോറും നീ വല്ലാണ്ട് എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാത്തിനും കാരണക്കാരി നീ തന്നെയല്ലേടി. ഇന്നേ വരെ ഞാൻ അലീനയ്ക്ക് ഒരു ഉടുപ്പ് പോലും ഞാൻ അവൾക്ക് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പം ഇതൊക്കെ വരുത്തി വെച്ചത് നീ തന്നെയല്ലേ. പിന്നെ നീ ആരോടാ ഇതൊക്കെ പറയുന്നേ? ബബിതേ, നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ നീ നോക്കണ്ട. മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ അവളും അതേപോലെ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പോലെ അവളും പോവാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളും അലീനയും കൂടി ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എങ്കിലും ബബിതയുടെ പോക്ക് കാണുമ്പോൾ അലീന പറയുന്നുണ്ട് ബാലചന്ദ്രനോട്, എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തിനാ അച്ഛാ എന്നെ എല്ലാവരും മുമ്പിലും വീണ്ടും വീണ്ടും വെറുപ്പാക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പം അതെന്താ, അവൾ ചെയ്തതൊന്നും തെറ്റല്ലേ? നീയേ വലിയ കാര്യമൊന്നും പറയാതെ ആ ഡ്രസ്സൊക്കെ പോയി ഇട്ട് നോക്ക്. അച്ഛാ എനിക്ക് ഇത്രയൊന്നും വേണ്ട അച്ഛാ, ഒന്നോ രണ്ടോ ജോഡി മതിയല്ലോ, എനിക്കത് മാറ്റി മറിച്ചൊക്കെ ഇട്ടാൽ പോരെ. എൻ്റെ മോളെ അലീനെ, നീ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. നീയേ ബാലചന്ദ്രൻ്റെ മോളാ, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മൂത്ത മകൾ. അപ്പോൾ ആ നിലയ്ക്കും വിലയ്ക്കും വേണം നീയും നടക്കാൻ, ഇവരെ പോലെയൊക്കെ തന്നെ. അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയാണെന്നുള്ള ഭാവത്തിലേ ഇനിയുള്ള നിൻ്റെ നടപ്പ് ഞാൻ സമ്മതിച്ച് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല ചെല്ലിപ്പോ, പോയി അതൊക്കെ ഇട്ട് നോക്ക് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവരെ പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ കൃഷ്ണമോളെയും കൂട്ടി അലീന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അലീന അകത്ത് കയറി കൃഷ്ണമോളോടൊപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, അയ്യോ അച്ഛൻ എന്ത് കറക്റ്റായിട്ടാണ് ചേച്ചിക്ക് ഡ്രസ്സൊക്കെ എടുത്തിരിക്കുന്നത്, എല്ലാം സൂപ്പറാണ് കേട്ടോ എന്ന് കൃഷ്ണമോൾ പറയാണ്. അപ്പോഴാണ് അലീന ഡ്രസ്സിൻ്റെ റേറ്റുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് പറയുക, നോക്കൂ മോളെ, എത്ര റേറ്റാണ് ഈ ഡ്രസ്സിനൊക്കെ. 2000-ന് കൂടുതൽ കാണിക്കുന്നുണ്ട് ഒരു ഡ്രസ്സിനൊക്കെ. എന്തിനാ ഇത്രയും റേറ്റിനുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി എന്തായി പറയുന്നേ? ഇപ്പം നല്ലൊരു ഡ്രസ്സൊക്കെ കിട്ടാൻ ഏകദേശം ഈ റേറ്റൊക്കെ തന്നെ വരും എൻ്റെ ചേച്ചി എന്ന് പറയുമ്പോൾ കൃഷ്ണമോളോട് പറയാണ്, നീ കണ്ടിട്ടില്ലേ എൻ്റെ ഡ്രസ്സുകളൊക്കെ? അതൊക്കെ സാധാരണ തുണി എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളവിടെ ഞങ്ങളുടെ ഓർഫനേജിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാ. അതിനൊക്കെ അധികം റേറ്റൊന്നും വരില്ല. ആകെ 200 250 രൂപയെ ആ മെറ്റീരിയലിനൊക്കെ വരുള്ളൂ. പിന്നെ ഞങ്ങൾ സ്വന്തം തന്നെയല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ നിസ്സാര റേറ്റിൽ തന്നെ ആകുകയും ചെയ്യുള്ളൂ. ഇതൊക്കെ ഇപ്പം എനിക്ക് 10 ജോഡി ഡ്രസ്സ് എടുക്കാമായിരുന്നു ഈ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത റേറ്റിന്. എൻ്റെ ചേച്ചി, അതൊക്കെ പണ്ട് ചേച്ചി പ്രിജിത മമ്മിയുടെ മാത്രം മകളായിരുന്ന അലീനയായിരുന്നപ്പോൾ. ഇപ്പം അങ്ങനെയല്ല. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ്റെ മൂത്ത മകളാണ് അലീന ബാലചന്ദ്രൻ.
അതൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയിട്ട പുതിയ ഉടുപ്പ് കാണിക്കാനായിട്ട് കൃഷ്ണമോള് പിടിച്ചു വലിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ബാലചന്ദ്രനെ. അപ്പോൾ ബാലചന്ദ്രനോട് കൃഷ്ണമോള് പറയുന്നുണ്ട്, നോക്കച്ഛ, അച്ഛൻ ഇത്രയും കാലത്തിനടക്കം എനിക്കും ബബിതേച്ചിക്കും ഇതുപോലെ കറക്റ്റായിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതൊന്നും നോക്കിയേ, ചേച്ചിയുടെ അളവെടുത്ത് തയ്ച്ച പോലെ കൃത്യമായിരിക്കിട്ടുണ്ട്. അടിപൊളിയുമായിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ കളർ സെലക്ഷനൊക്കെ. പിന്നെ ചേച്ചിക്കൊരു പരാതിയുണ്ട്, ഇതിനൊക്കെ ഭയങ്കര റേറ്റായിന്ന്. ഒരു ഡ്രസ്സ് എടുത്ത പൈസയ്ക്ക് ചേച്ചി 10 എടുക്കുമായിരുന്നെന്ന്. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയാണ് മോളെ, ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ജീവിച്ചിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ തോന്നൂ. നിങ്ങളതൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നീ മാത്രമല്ല, നിൻ്റെ ഒന്നും അറിയാണ്ട് നടക്കുന്ന 2 ഉണ്ടല്ലോ, നിൻ്റെ ചേട്ടനും ചേച്ചിയും, അവർക്കും കൂടിയും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെ. ഒരുത്തിക്ക് ഒന്നിനും ഒരു വിലയില്ല. മറ്റവൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. എങ്ങനെയൊക്കെയാണ് വഴിതിരിയേണ്ടതെന്ന് അവനൊരു ബോധം ഇല്ലാണ്ട് നടക്കുക. അപ്പം കൃഷ്ണമോള് പറയാണ് കേട്ടോ, അച്ഛാ, വഴിതിരിയാൻ ഇനി ഒന്നുമില്ല, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഏകദേശം എന്നല്ല മോളെ, എനിക്കെല്ലാം അറിയാം. എല്ലാ വഴിയും അവൻ്റെ തെറ്റിക്കിടക്കുക. റോൾ മോഡൽ അമ്മയല്ലേ, പിന്നെ എങ്ങനെയാ ഇല്ലാതിരിക്കുക? പറഞ്ഞു തിരുത്താനായിട്ട് അവൾക്കും കഴിവില്ലല്ലോ. അവൾ അവളുടെ വാശിയും കൊണ്ട് നടക്കുന്നതിനിടയിൽ അവളുടെ മക്കൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അവൾക്ക് വല്ല പിടിയുണ്ടോ? അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവരോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ റൂമിലേക്കും പോവുകയാണ്. കൃഷ്ണമോളും അലീനയും അവരുടെ റൂമിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ അവിടെ കസേരയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്ന് മനു വന്നിട്ട് പറഞ്ഞ കാര്യം, അവരമ്മയും മോളെയും ഒന്നിപ്പിക്കണം, നമ്മുടെ വീട്ടിലെ ഒരുവിധം പ്രശ്നങ്ങൾ അതോടുകൂടി തീർന്നു കിട്ടും, ആൻറ്റിയുടെ ഈ കാണിക്കുന്ന അങ്കിളിനോടുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ ആൻറ്റി ഒന്ന് കുറയ്ക്കും എന്നൊക്കെ അന്ന് മനു പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, വൈജയുടെ ഇങ്ങനെ കാണിക്കുന്ന ഈ സാമർത്ഥ്യത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ബാലചന്ദ്രൻ തന്നെ എല്ലാം പറഞ്ഞ് അവളെ മനസ്സിലാക്കി അലീനയെ മുമ്പിൽ നിർത്തി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. വൈജയ്ക്ക് വാശി കൂടുന്നു എന്നല്ലാതെ ഒരു പൊടിക്ക് പോലും വൈജയ്ക്ക് അങ്ങനെ ഒരു മാറ്റം കാണുന്നില്ല. വൈജ ഇപ്പോൾ ബാലചന്ദ്രന് ഡിവോഴ്സും കൂടി അയച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പോകുകയാണെന്നല്ലേ പറയണേ. അപ്പോൾ ബാലചന്ദ്രൻ ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു കാരണവശാലും വൈജ ഇതറിയാൻ പോകുന്നില്ല, അവളുടെ അവസാന നിമിഷം വരെയും അവൾ നീറി നീറി തന്നെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ അവിടെ കിടന്ന് ആലോചിക്കുകയാണ്. ബാലചന്ദ്രൻ തൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് രോഹിത്തിൻ്റെ റൂമിൽ നിന്നും ഡോറിൻ്റെ വലിച്ചടച്ച പോലൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ അവൻ്റെ റൂമിൽ അവൻ കയറി എന്ന് മനസ്സിലാവാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് റൂം തുറന്നിങ്ങനെ നോക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ രോഹിത്ത്. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, മറ്റെന്തൊക്കെയോ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ ബാലചന്ദ്രൻ അകത്ത് കയറി ഡോറ് അടച്ചിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ രോഹിത്തിന് തീരെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, കണ്ണ് മര്യാദക്ക് തുറയുന്നില്ല, നല്ല രീതിയിൽ നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ മദ്യപിച്ചിട്ടുണ്ടോ? അപ്പോൾ രോഹിത്ത് കള്ളം പറയാണ് കേട്ടോ, ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇല്ലെന്നോ? എന്നോട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? അതും ഒരു ലക്കില്ലാണ്ട് നിൽക്കുന്ന നീ. നിനക്ക് നാണമില്ലേ രോഹിത്തെ? ഈ 3 പെൺകുട്ടികൾ ഉള്ളൊരു വീട്ടിലേക്ക് ഇങ്ങനെ മദ്യപിച്ച് ലക്കില്ലാതെയൊക്കെ കയറി വരാൻ. നീ എന്താണ് ഇങ്ങനെ ആവുന്നത്? എനിക്കറിയാം, ആ ഹരിയുടെ കൂട്ടുകൂടി എല്ലാ വഷളത്തരങ്ങളും നീ പഠിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മയാണല്ലോ, അമ്മയുടെ വളർത്തലാണല്ലോ നിങ്ങൾക്ക്. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നെനിക്ക് നല്ല ബോധമുണ്ട്. അതും ഈ ബോധമില്ലാതെ നിൽക്കുന്ന നിന്നോട് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി. അപ്പോൾ ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് ബബിതയുടെ റൂമിൽ നിന്ന് ഇങ്ങനെ അടച്ചിട്ടുള്ളൊരു സംസാരവും ചിരിയും ഒക്കെ കേൾക്കുമ്പോൾ അവളുടെ റൂമിലേക്കും ബാലചന്ദ്രൻ കയറി ചെല്ലാണ്. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബബിത കിടന്ന് ആരോടോ ഫോണിൽ ഇങ്ങനെ വല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് ഫോണിങ്ങനെ മാറ്റി പിടിക്കുന്നത് ബാലചന്ദ്രൻ കാണുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ, എന്നെ കണ്ട് നീ ഫോണൊന്നും കട്ട് ചെയ്യാൻ നിൽക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായിട്ട് തന്നെയാണ് ഞാനിവിടെ നടക്കുന്നത്.
നീയൊക്കെ ആ അമ്മയുടെ അതേ ഗുണത്തിലാണ് നടക്കുന്നത്, അതേ സ്വഭാവം. പിന്നെ എനിക്കെന്ത് പറഞ്ഞ് തിരുത്താൻ പറ്റും? അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താണ് അച്ഛാ ദോഷങ്ങളുള്ളത്? അച്ഛൻ നീ ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്മയുടെ എന്തെങ്കിലും സ്വഭാവത്തിലെ ദോഷങ്ങൾ അച്ഛൻ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു സംസാരം? ഞങ്ങളിപ്പോൾ കാണുന്നതേ അച്ഛൻ്റെ ദോഷതരങ്ങൾ മാത്രമാണ്. അച്ഛൻ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. വേണ്ട വേണ്ടാന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അച്ഛനോട് ഇത്രയും കാലമായിട്ടൊന്നും ചോദിക്കാതിരിക്കുന്നത്. അപ്പോൾ ബബിതയുടെ സംസാരം കേൾക്കുന്ന ബാലചന്ദ്രൻ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നിട്ട് ബാലചന്ദ്രൻ ആ ടേബിളിൽ ഇങ്ങനെ കൈയിട്ടടിച്ചിട്ട് പറയാണ്, നീ ഈ പറഞ്ഞ വാക്ക് നീ തന്നെ തിരുത്തി പറയുന്ന ഒരു സമയം അടുത്ത് തന്നെ വരും. അന്ന് കാണാം നമുക്ക് തമ്മിൽ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. വീണ്ടും ബാലചന്ദ്രൻ തൻ്റെ റൂമിൽ കയറി ഫോൺ എടുത്തിട്ട് ഗംഗേട്ടനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ ഉറക്കമായോ? എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മാത്രം എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ എപ്പോൾ വിളിക്കുകയാണെങ്കിലും ഞാൻ എത്ര തിരക്കാണെങ്കിലും സംസാരിക്കാൻ തയ്യാറാണ്. ബാലചന്ദ്രൻ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഒരു പരിഹാസത്തോടുകൂടി പറയാണ്, അത്രയൊക്കെ ഔദാര്യം എനിക്ക് തരണോ ഗംഗേട്ടാ? അത്രയ്ക്കൊന്നും വേണമെന്നില്ല. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ പറയാണ്, എന്തിനാണ് ബാലചന്ദ്ര നമുക്കിടയിൽ ഇപ്പോഴും ഒരു വാശിയും വൈരാഗ്യമൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? അത്രയ്ക്കൊക്കെ വേണോ വാശിയും വൈരാഗ്യങ്ങളും? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു വാശിയും ഇപ്പം നിന്നോടില്ല. നിന്നോട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇനിയൊട്ട് തിരുത്താനും കഴിയില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ബാലചന്ദ്ര അങ്ങനെ ഒരു വാശി? ഗംഗേട്ടാ, ഞാനേ കൂടുതലൊന്നും ഈ നട്ടപ്പാതിരാക്കി വിളിച്ചിനി പറയുന്നില്ല. ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. നമ്മുടെ മനു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് അവനൊരു കാര്യം സൂചിപ്പിച്ചു. അതായത് വൈജയും അലീനയും തമ്മിലുള്ള ബന്ധം വൈജയെ ഒന്ന് അറിയിച്ചുകൂടെ എന്ന്. അവർ തമ്മിൽ ഇനിയെങ്കിലും ഒന്ന് സ്നേഹിച്ചോട്ടെ എന്ന്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, വേണ്ട ബാലചന്ദ്ര, മനു അവൻ ചെറുതല്ലേ, അവന് ഈ കാര്യഗൗരവമില്ലാതെ സംസാരിക്കുന്നതാണ്. അതൊന്നും നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ചെന്ന് നിൽക്കാനൊന്നും പോകുന്നില്ല. അത് നീയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ അവിടെ തന്നെ എന്തെങ്കിലും ചെയ്ത് അവൾ മരിക്കാനൊക്കെ സാധ്യതയുണ്ട്. വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരേ വഷളത്തരങ്ങൾ ചെയ്ത് വെക്കുന്നത്? അതൊക്കെ എനിക്കും അറിയാം ഗംഗേട്ടാ. പക്ഷെ ഞാനും ആലോചിച്ചപ്പോഴേ അലീനയെക്കുറിച്ചാണ് ആലോചിച്ചത്. ഇനിയെങ്കിലും ആ കുട്ടിക്ക് അല്പം സ്നേഹമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അവളുണ്ടല്ലോ വൈജ, അവളുടെ അഹങ്കാരം കാണുമ്പോൾ അവളൊരല്പം പോലും ആത്മാർത്ഥതയോ സഹതാപമോ ഗ്രഹിക്കാത്തൊരു സ്ത്രീയാണ്. അത്രത്തോളം ഉണ്ട് അവളുടെ അഹങ്കാരം. ഇന്നലെ ഞാൻ അവളോടൊന്ന് ചെന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് പോയതാ. അവൾ എന്നോട് വല്ലാത്ത വാശി. അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കുകയാണെന്നും അവൾ അത് കഴിഞ്ഞാൽ അവളുടെ മക്കളോടൊപ്പം എന്തോ ഫ്ലാറ്റ് എടുക്കുകയാണെന്നോ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണെന്നോ എനിക്ക് ഡിവോഴ്സും കൂടി അയക്കാൻ നിൽക്കുകയാണെന്ന് എന്നൊരു ഭീഷണി കൂടി. ബാലചന്ദ്രൻ്റെ സംസാരം കേട്ടിട്ട് എങ്ങേട്ടൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ ബാലചന്ദ്ര. അവളുടെ വാശിക്ക് പറയുന്നതല്ലേ. ഇതൊക്കെ ഞങ്ങളും കൂടി സമ്മതിച്ചു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ പഴയ പോലെ ആയൊരു ജീവിതം ഉണ്ടായി കാണാനാണ് ആ അലീന പോലും ആഗ്രഹിക്കുന്നത്. അവൾ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ പോലും എന്നോട് പറഞ്ഞതും അതാണ്. അവൾ കാരണമാണ് അവരുടെ ജീവിതം ഇങ്ങനെ ആയി തീർന്നത്. എല്ലാവരെയും കണ്ട് എല്ലാവരോടൊപ്പം ഒന്ന് നിന്ന് സന്തോഷിക്കണമെന്ന് മാത്രമേ ആ കുട്ടി കരുതിയിരുന്നുള്ളൂ എന്നൊക്കെ. പാവം തോന്നി എനിക്കും. പിന്നെ നീ അവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. അവൾക്ക് എന്തൊക്കെയാ പറയാൻ വയ്യാത്തത്? അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ ഞങ്ങളും കൂടി സമ്മതിക്കുമെന്ന് ബാലചന്ദ്രന് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എങ്കിലേ ഗംഗേട്ടനി തെറ്റി. അവൾ വേറെയാ, വൈജയന്തിയാണ് അവൾ, വൈജയന്തി. അവളുടെ വാശി അങ്ങനത്തെയാണെന്നേ ഞാൻ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കിയതാണല്ലോ. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, ഗംഗേട്ടനി അറിയണതല്ലേ. പിന്നെ ബാലചന്ദ്ര, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വാശി പിടിക്കും തോറും നിങ്ങളുടെ ജീവിതം ഈ വാശിപ്പുറത്തായി മാറുകയാണ്. ആരെങ്കിലും ഒരല്പം വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഗംഗേട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അവളൊരല്പം വാശി തന്നാലേ ഇതിനൊക്കെ അവസാനം ഇടാൻ എനിക്കും അറിയാം ഗംഗേട്ടാ. ഞാനും ഒരു കാര്യം തീരുമാനിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടുതലാണ് അലീനയോടുള്ള സ്നേഹം. അവളുടെ അച്ഛൻ ഞാനാണെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം.
അങ്ങനെയുള്ളപ്പോഴേ ഒരല്പം താന്ന് നിന്ന് ഈ വീട്ടിൽ ഒരു സാധാരണ ഒരു അമ്മയായി ജീവിച്ചു തുടങ്ങിയാലേ വൈജയോട് ഞാൻ തന്നെ പറയുമായിരുന്നു, അലീന നിൻ്റെ മകളാണെന്നും നീ ആഗ്രഹിക്കാത്ത നിൻ്റെ ഭൂതകാലത്തിലുണ്ടായ മകളാണെന്നും ഒക്കെ. വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും അല്ലല്ലോ ഗംഗേട്ടാ നടക്കുന്നത്. ബാലചന്ദ്ര, താൽക്കാലികമായിട്ടെങ്കിലും ബാലചന്ദ്രൻ ഞങ്ങൾ പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കാൻ തയ്യാറായിക്കൂടെ? നമുക്ക് അലീനയെ നല്ലൊരു ഫെസിലിറ്റീസോട് കൂടി അവളെ നല്ലൊരു സ്ഥാപനത്തിൽ വിട്ട് പഠിപ്പിക്കാം. അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോഴ്സിന് അവൾ കുറച്ച് കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെ പതിയെ പതിയെ നമുക്ക് വൈജയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് ആക്കിയെടുക്കാം. പക്ഷേ ബാലചന്ദ്രനും ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ലല്ലോ. ബാലചന്ദ്രൻ, ഞാൻ ഈ പറയുന്നത് ദൈവത്തെ ഓർത്തെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അങ്ങനെ ഇപ്പം വേണ്ട ഗംഗേട്ടാ. കാരണേ അവൾക്ക് അവളുടേതായ വാശികളല്ലേ, അത് തന്നെ അവൾ മുന്നോട്ട് കൊണ്ടുപോട്ടെ. വാശിക്ക് ഒരല്പം താഴോട്ട് എത്തിയെന്ന് തോന്നുന്ന കാലത്ത് നിങ്ങളൊക്കെ പറയുന്നത് കൂടി ഞാൻ അനുസരിച്ചോളാം. അവരപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. പിറ്റേ ദിവസം ബാലചന്ദ്രൻ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഗംഗേട്ടൻ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം അലീനയോട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, മോളെ, അച്ഛൻ ഒരു പൊടിക്ക് ഞങ്ങൾ പറയുന്നത് ആര് പറയുന്നതും അച്ഛന് മനസ്സിലാകുന്നില്ല. അച്ഛൻ അച്ഛൻ്റേതായ വാശികളാണിപ്പോഴും. നിന്നോട് ഞങ്ങൾ പറഞ്ഞില്ലേ, നീ ആ വീട്ടിലുള്ളിടത്തോളം വൈജയും അങ്ങോട്ട് വരില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ബാലചന്ദ്രനോടാണെങ്കിൽ അതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇപ്പം എന്താ മോളെ ചെയ്യുക? ഇങ്ങനെ വാശി കാണിക്കാൻ തുടങ്ങിയ ഇതെവിടെ ചെന്ന് അവസാനിക്കും? അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ വാശി കാണിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ അങ്കിളെ? അച്ഛനെ എല്ലാവരും കൂടി 10-23 വർഷമായിട്ട് ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? നിങ്ങൾക്കെങ്കിലും അച്ഛനോടെല്ലാം പറയാമായിരുന്നു. അച്ഛൻ്റെ സിറ്റുവേഷനിൽ കൂടെ അങ്കിളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്കിളിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ട് അങ്കിളിനെ ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ? അതൊക്കെ കേട്ടിട്ട് ഗംഗേട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അലീന പറയാണ്, അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ടേ എനിക്കും കൃഷ്ണമോൾക്കും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അച്ഛനോട് സംസാരിക്കുന്നതും അച്ഛനോട് ഇടപഴകുന്നതും ഞങ്ങൾ രണ്ടാളും മാത്രമാണ്. ബബിതയും രോഹിത്തും വരുന്നു പോകുന്നു എന്നല്ലാതെ അച്ഛനോടൊന്ന് സംസാരിക്കുക പോലും അവർ ചെയ്യുന്നില്ല അങ്കിളെ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അച്ഛനെ മനസ്സുകൊണ്ട് പോലും വിഷമിപ്പിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ അച്ഛനിപ്പോൾ പൊട്ടാറായ ഒരു ബോംബ് പോലെയാണ് അച്ഛൻ നടക്കുന്നത്. അച്ഛൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മനസ്സ് മുഴുവൻ ടെൻഷൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം അങ്കിളെ, ഇതിനൊക്കെ ഒരു തരത്തിൽ ഞാനും കൂടിയും കാരണക്കാരിയാണെന്ന്. കാരണം ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, നിങ്ങളെ ആരും കാണാൻ പാടില്ലായിരുന്നു. എൻ്റെ ജീവിതം ഈ 23 വയസ്സ് വരെ എങ്ങനെയാണോ പോയത് അതേപോലെ മുന്നോട്ട് പോയേനെ. പക്ഷേ വിധി അതിവിടെ വരെ എത്തിച്ചില്ലേ. അപ്പോൾ അലീന ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ ഗംഗേട്ടനും വളരെ വിഷമം തോന്നുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ, ഈ വിധി അത് നിനക്ക് തന്നത് ഞങ്ങളാണ്. അന്ന് വൈജ നിന്നെ പ്രസവിച്ച ഉടനെ തന്നെ ഞങ്ങൾ നിന്നെയും വൈജയെയും അംഗീകരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇത് ഇവിടെ വരെ ഒന്നും എത്തില്ലായിരുന്നു. പക്ഷേ ഓർത്തില്ലല്ലോ മോളെ, അന്ന് കുടുംബത്തിൻ്റെ പാരമ്പര്യം, കുടുംബത്തിൻ്റെ ചീത്തപ്പേരുണ്ടാവാതിരിക്കാനുള്ള വഴികൾ മാത്രമായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ് എന്നും എപ്പോഴും എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് വെക്കാൻ നേരത്ത് ഗംഗേട്ടൻ അവളോട് പറയുന്നുണ്ട്, നീ ഇനി ഒരിക്കലും വിഷമിക്കരുത്. നിന്നെ ഒരിക്കലും ഇനി ആരും അങ്ങനെ പെരുവഴിയിലേക്ക് തള്ളിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് വൈജിയെ കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും മനസ്സിലാക്കാം. അതുവരെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ഞാൻ വൈജിയെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ വൈജയെ കാണാനായിട്ട് വൈജയുടെ ഒപ്പം ജോലി ചെയ്യുന്നൊരു സുഹൃത്ത് വരുന്നുണ്ട്. വൈജ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ അടുത്ത ആഴ്ച തന്നെ ഡിസ്ചാർജ് ആകും. എനിക്കും മക്കൾക്കും കൂടി മാറി താമസിക്കാനായിട്ട് ഒരു ഫ്ലാറ്റ് റെഡിയാക്കി തരണം. അവിടെ എന്നെ നോക്കാനായിട്ടും വീട്ടിലെ അത്യാവശ്യം വീട്ടുപണികൾ ചെയ്യാനായിട്ടും ഒരു ഹോം നേഴ്സിനെയും കൂടി റെഡിയാക്കി തരണം. എങ്ങനെയാണ് പേയ്മെൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഗംഗേട്ടൻ വൈജയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വൈജയെ വിളിക്കുമ്പോൾ ഗംഗേട്ടനോട് ഭയങ്കര പരിഭവത്തോടു കൂടി വൈജ സംസാരിക്കുകയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഓ, എനിക്ക് 2-3 ആങ്ങളമാരുണ്ടായിട്ട് ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ,
വലിയ സന്തോഷമുണ്ട് ഗംഗേട്ടാ എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ആങ്ങളമാരുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ വൈജയ്, അവർ പറയുന്നത് കൂടി ഉത്തരവാദിത്വത്തോടും അനുസരണയോടും കൂടി കേൾക്കാനുള്ളൊരു സന്മനസ് ഈ പറയുന്ന പെങ്ങളും കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആങ്ങളമാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരെ ഭാഗം നിന്ന് എന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാനല്ലേ താല്പര്യം. എത്രയാന്ന് വെച്ചിട്ടാണ് ഞാൻ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. എൻ്റെ ഭാഗത്ത് നിന്ന് പണ്ടെപ്പോഴോ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റ് ഇപ്പോഴും നിങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഗംഗേട്ടാ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ പൊക്കി പിടിച്ച് നടന്ന് പറയുന്ന ബാലചന്ദ്രന് ഇങ്ങനൊരു മകള് ആദ്യത്തെയോ അവഹിതത്തിലോ ഉണ്ടായി എന്ന് പറയുന്ന ഒരു മകളെ കുറിച്ചിട്ട് നാട് മുഴുവൻ പാട്ടായില്ലേ? ഇപ്പം എൻ്റെ സ്ഥാനം എന്തായി? ഒരു രണ്ടാം തരക്കാരിയായി മാറി അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? വൈജ പറയുന്നതൊക്കെ കേട്ട് ഗംഗേട്ടൻ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ, അവൾ എന്തൊക്കെ പറഞ്ഞു ഒപ്പിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും വൈജ തുടങ്ങുകയാണ്, പക്ഷേ ഗംഗേട്ട, എൻ്റെ കാര്യം ഇതുവരെയും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുമില്ല, ഇനി ഒട്ടും അറിയാനും പോകുന്നില്ല. കാരണം എന്നെ അന്വേഷിച്ച് ഇതുപോലെ ഞാൻ പ്രസവിച്ച് മരിച്ചുപോയ കുഞ്ഞൊന്നും അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ലല്ലോ. എന്നാൽ അയാളുടെ കാര്യം നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതിലുണ്ടായ കുഞ്ഞ് അയാളെ അന്വേഷിച്ച് വരികയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കരിമാർക്ക് പോലെ അവൾ അതിടുകയും ചെയ്തില്ലേ? പിന്നെ ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ ഈ ബാലചന്ദ്രനെ ഇങ്ങനെ പൊക്കി പിടിച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗംഗേട്ടാ. കൊള്ളാം വൈജയ്, നിനക്ക് ഇത്രക്കൊക്കെ സംസാരിക്കാൻ നീ പഠിച്ചു പോയല്ലോ, നന്നായി. എന്തായാലും ചെയ്ത ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരാൾക്കും പറ്റരുതെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് നിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടും നീ ഇത്രയും അതിനെ സമർത്ഥിക്കുന്നതുണ്ടല്ലോ, സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ എന്ന് ഗംഗേട്ടൻ വളരെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയാം. ഇപ്പോൾ ഗംഗേട്ടൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കാമെന്ന രീതിയിൽ വിഷയത്തിൽ നിന്ന് മാറി സംസാരിക്കാൻ കേട്ടോ. നിനക്ക് എന്നാണ് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അടുത്ത ശനിയാഴ്ചക്കലത്തോടു കൂടി എനിക്ക് ഡിസ്ചാർജ് ആവും എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ വരാം, ഞാൻ വന്ന് നിന്നെ ഡിസ്ചാർജ് ആക്കി നമുക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോകാം. ഇനി അവിടെ അലീന നിന്നെ നന്നായിട്ട് നോക്കുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാണ്. എന്നാൽ നിനക്കതിന് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിനക്കവിടെ നല്ലൊരു ഹോം നേഴ്സിനെ ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ വൈജ പറയാണ്, എനിക്ക് വേണ്ടി ഒരാളും ഇവിടെ വരണമെന്നോ ബുദ്ധിമുട്ടണമെന്നോ ഞാൻ പറയില്ല ഗംഗേട്ടാ. ഞാൻ ഒരുവിധം ഓക്കെ ആവുന്നത് വരെ എന്നെ നോക്കാനും എൻ്റെ വീട് നോക്കാനുമായിട്ട് ഞാനൊരു ഹോം നേഴ്സിനെ റെഡി ആക്കിയിട്ടുണ്ട്. എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കൂടി പുള്ളിക്കാരൻ റെഡിയാക്കും ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും. പിന്നെ എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണമെന്ന് ഞാൻ പറയുകയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ വീണ്ടും പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അലീനയാണ് നിൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ 2 മാസം കൂടി അവൾ അവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോകും. അവളെ വേറെ നല്ലൊരു കോഴ്സൊക്കെ പഠിപ്പിച്ച് അവളെ പുറത്ത് എവിടെയെങ്കിലും സെറ്റിൽഡ് ആക്കാനാണ് ബാലചന്ദ്രൻ്റെ തീരുമാനം. പിന്നെ പഴയ പോലെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ വൈജ പറയുകയാണ്, എന്തായാലും 2 മാസം കഴിഞ്ഞിട്ട് അവൾ പോകുന്നല്ലേ പറയുന്നത്. അവൾ പോയിക്കോട്ടെ, അവൾ പോയതിന് ശേഷം ഞാൻ പോയിക്കോളാം. അതുവരെ ഈ വൈജ ആ വീടിൻ്റെ വാതിൽ ഇനി കടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വൈജ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ, വൈജയുടെ ഡിസ്ചാർജ് ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ വൈജയുടെ ഒപ്പം റൂമിൽ നിന്ന് വൈജയ്ക്ക് കൊണ്ടുപോകാനുള്ള പാക്കേജുകളൊക്കെ റെഡിയാക്കാനായിട്ട് ബബിതയും രോഹിത്തും കൂടെ തന്നെയുണ്ട്. അപ്പോൾ കൃഷ്ണമോളും ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ തന്നെയുണ്ട്. അപ്പോൾ ബാലചന്ദ്രനും ഗോവർദ്ധനൊന്നും ഒരു കാര്യവും പിടികിട്ടിയിട്ടില്ല. വൈജയുടെ തീരുമാനം വൈജ പറഞ്ഞിരുന്നുവെങ്കിലും വൈജ ഇതുവരെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അവർ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് കൃഷ്ണമോള് ചെന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ, നമ്മൾ നമ്മുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്? അമ്മയ്ക്ക് പോകാനായിട്ട് ആംബുലൻസ് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏതാടി നമ്മുടെ വീട് എന്ന് ചോദിക്കുകയാണ്. അതെന്താ അമ്മേ, അമ്മയ്ക്ക് ബോധവും നഷ്ടപ്പെട്ടോ? നീ എന്നെ കളിയാക്കാതെ നീ പോകാൻ നോക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഡി നീ വലിയ ആളാവാതെ പോടി എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയോടല്ലേ സംസാരിക്കുന്നത്, അതിന് നിങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് വൈജ പറയാണ്, ഞാനും
ബബിതയും രോഹിത്തും കൂടി എൻ്റെ ബാങ്കിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ് മാറുന്നത്. നിനക്ക് ഞാനും ഈ 2 മക്കളും വലുതാണ്, നിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കൂടി വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. അല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പിഴച്ച സന്തതിയുടെ ഒപ്പം നിനക്ക് പോകാം. നിന്നെ ഒരാളും തടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയാണ്, അമ്മയുടെ കൂടെ എന്തായാലും വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയുടെ വായേല നാവുണ്ടല്ലോ, അതിപ്പോഴും ശരിയല്ല കേട്ടോ അമ്മേ. ഈ വന്നതൊന്നുമല്ല, എന്തൊക്കെയോ ഇനിയും അമ്മയ്ക്ക് വരാനിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ കളിയാക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നിന്ന് വീണ്ടും ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് വൈജ ഒരു ചെക്ക് നീട്ടുകയാണ്. വൈജ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എനിക്ക് ചിലവായ മുഴുവൻ തുകയും ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ചെക്ക്, ഇത് നിങ്ങളന്ന് പറഞ്ഞല്ലോ ഗോവർദ്ധൻ്റെ വൈഫും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് ബൈസ്റ്റാൻഡറായിട്ട് നിന്നിട്ടുണ്ടെന്ന്, അതിനുള്ള പേയ്മെൻറ്റാണ്. അവരുടെ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇതിലെഴുതി നിങ്ങൾക്ക് എടുക്കാം. അതിനൊന്നും ഞാൻ ഒരാളോടും കണക്ക് ബോധിപ്പിക്കാനോ കണക്ക് പറയാനോ വരില്ല. എന്തായാലും ഞാനും എൻ്റെ മക്കളും നിങ്ങളോടൊപ്പം വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഞാൻ സമ്മതിക്കുന്നത്. ഇപ്പോൾ റൂമിൻ്റെ അകത്ത് കയറിയില്ലാന്നേ ഉള്ളൂ, അലീന പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അപ്പോൾ രോഹിത്തും ബബിതയും കൂടി അമ്മയെ നഴ്സിൻ്റെ സഹായത്തോടു കൂടി വീൽ ചെയറിലൊക്കെ ഇരുത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസിൽ കയറ്റുകയാണ്. അവർ നേരെ ഫ്ലാറ്റിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. വൈജ പറഞ്ഞ പോലെ അതേ വാശിയിൽ തന്നെ വൈജ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട്, അച്ഛാ ഇനി ഒരിക്കലും നമ്മൾ പഴയ പോലെ ആവില്ലേ അച്ഛാ? അമ്മ ഒരിക്കലും നമ്മളോടൊപ്പം ജീവിക്കാനായിട്ട് തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്. മോൾ ഇതൊക്കെ അമ്മയ്ക്ക് ഇപ്പം ഉണ്ടായ വാശിയല്ലേ, മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, മോൾ നന്നായിട്ട് പഠിച്ചോ, മോളുടെ കൂടെ അലീനയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, പിന്നെന്തിനാ മോൾ വിഷമിക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന അകത്തേക്ക് വന്നിട്ട് കൃഷ്ണമോളെ മുഖത്തൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയാണ്, ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം അമ്മ നിങ്ങളോടൊപ്പം വരും മോളെ, ചേച്ചിയാണ് എല്ലാത്തിനും പ്രശ്നം. കൃഷ്ണമോള് അലീനയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, വേണ്ട ചേച്ചിനെ ഒഴിവാക്കിയിട്ട് എനിക്കിനി ആരെയും വേണ്ട, എൻ്റെ ജീവിതത്തിൽ എന്നും എൻ്റെ ചേച്ചി തന്നെ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയുള്ള ആ സ്നേഹം കാണുമ്പോൾ ബാലചന്ദ്രനും ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇവരെ രണ്ടാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാം ശരിയാവും, ഒരു ദിവസം വരുമ്പോൾ എല്ലാം ശരിയാവും. വൈജ ഇതെല്ലാം അറിയുന്നൊരു നാൾ വരും. പക്ഷേ വൈജയുടെ ഈ അഹങ്കാരം നിലയ്ക്കാത്തിടത്തോളം കാലം ഇതൊന്നും അറിയാനായിട്ട് പോകുന്നുമില്ല. അപ്പോൾ അവരുടെ കുടുംബത്തിലെ വരും നല്ല നാളുകൾക്കായി നമുക്കും കാത്തിരിക്കാം. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.